നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃപ്പയാറിൽ വീശിയടിച്ച് മിന്നൽ ചുഴലി. മിന്നൽ ചുഴലിയിൽ തൃപ്പയാർ ക്ഷേത്രത്തിലെ പള്ളിയോട മണ്ഡപത്തിന്റെ മേൽക്കൂര തകർന്നു. തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനായി പലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. എല്ലാ വർഷവും നടത്തിവരാറുള്ള തൃപ്പയാർ ജലോത്സവം ഓഗസ്റ്റ് 26-ന് തിരുവോണനാളിൽ. തൃപ്പയാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് സംഘാടകർ. ജലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ തോട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വാർത്തകൾ വിശദമായി. തൃപ്പയാറിൽ വീശിയടിച്ച് മിന്നൽ ചുഴലി. മിന്നൽ ചുഴലിയിൽ തൃപ്പയാർ ക്ഷേത്രത്തിലെ പള്ളിയോട മണ്ഡപത്തിന്റെ മേൽക്കൂര തകർന്നു. ഇക്കഴിഞ്ഞ രാത്രിയോടെ തുടങ്ങി ശക്തമായ മിന്നൽ ചുഴലിയിൽ തൃപ്പയാർ ശ്രീരാമക്ഷേത്രത്തിലെ പള്ളിയോട മണ്ഡപത്തിന്റെ മേൽക്കൂര തകർന്നു. ഓടുകൾ കാറ്റിൽ തകർന്ന് ഇളകി വീണു. മുകളിൽ സ്ഥാപിച്ചിരുന്ന മേൽക്കൂര പറന്നു മാറി പുഴയിൽ പതിച്ചതായി പറയുന്നു. കൊച്ചിൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ എം മനോജ് കുമാർ, തൃപ്പയാർ ക്ഷേത്രം മാനേജർ വിനീത രഞ്ജിത്ത് തുടങ്ങിയവരും കൊച്ചിൻ ദേവസ്വം ബോർഡ് അധികാരികൾ ചേർന്ന് സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനായി പലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. മോഹനൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സെക്രട്ടറി I.S. ബിന്ദു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തെരുവുനായ ഭീഷണിക്കെതിരെ ശക്തമായ പ്രതിരോധവും നിയന്ത്രണ മാർഗങ്ങളും നടപ്പിലാക്കാൻ യോഗത്തിൽ തീരുമാനമായി. പഞ്ചായത്ത് തലത്തിൽ നടപ്പിലാക്കേണ്ട കർമ്മ പദ്ധതികൾക്കായി വിവിധങ്ങളായ നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ ഉയർന്നു വന്നത്. അതിൽ പ്രധാനമായും പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ നായ്ക്കൾക്കും വാക്സിനേഷൻ പൂർത്തിയാക്കുക, അനിമൽ ബർത്ത് കൺട്രോൾ കേന്ദ്രം ആരംഭിക്കുകയും നായ്ക്കളുടെ വന്ധീകരണം ഊർജിതമാക്കുകയും ചെയ്യുക, നായ്ക്കളുടെ കഴുത്തിൽ നമ്പറും ഉടമസ്ഥന്റെ പേരും രേഖപ്പെടുത്തിയ ബെൽറ്റ് ധരിപ്പിക്കണം തുടങ്ങിയ വിവിധങ്ങളായ നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ ഉയർന്നു വന്നത്. യോഗത്തിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളെല്ലാം പഞ്ചായത്ത് കമ്മിറ്റി വിശദമായി പരിശോധിച്ച് അടിയന്തരമായി കർമ്മ പദ്ധതി രൂപീകരിച്ച് നടപ്പിലാക്കാൻ യോഗത്തിൽ ധാരണയായി. ചടങ്ങിൽ ഗേളി ഷാജി, ഷജിത് PS, സുമേഷ് പാനാട്ടിൽ, രശ്മി ഷിജോ, ഷാമില സലീം, രാജിഷ ശിവജി, വെറ്റിനറി സർജൻ ഡോക്ടർ ജെറി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വാർഡ് മെമ്പർമാരും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു. എല്ലാ വർഷവും നടത്തിവരാറുള്ള തൃപ്പയാർ ജലോത്സവം ഓഗസ്റ്റ് 26-ന് തിരുവോണനാളിൽ. തൃപ്പയാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് സംഘാടകർ. ജലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗം ഗീതാഗോപി ML ഉദ്ഘാടനം ചെയ്തു. PM അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതിലക്ഷ്മി വസന്തൻ, താനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, നാട്ടിക പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ്, ഷീന പറയങ്ങാട്ടിൽ, പ്രേമചന്ദ്രൻ വടക്കേടത്ത്, ബെന്നി തട്ടിൽ, വത്സൻ കുറുപ്പത്ത്, TP സോമൻ എന്നിവർ സംസാരിച്ചു. സംഘാടക സമിതി ഭാരവാഹികളിലെ ചെയർമാനായി PM അഹമ്മദിനെയും വർക്കിംഗ് ചെയർമാൻമാരായി P വിനുവിനെയും NA പീതാംബരനെയും ജനറൽ കൺവീനറായി പ്രേമചന്ദ്രൻ വടക്കേടത്തിനെയും ട്രഷററായി വത്സൻ കുറുപ്പത്തിനെയും തെരഞ്ഞെടുത്തു. ആൻഡോ തൊറയൻ, PC ശശീന്ദ്രൻ, സിജോ പുലിക്കോട്ടിൽ എന്നിവരാണ് ജനറൽ കൺവീനർമാർ. CJ റോബിൻ, CS മണി തുടങ്ങിയവർ കോർഡിനേറ്റർമാരായി K ദിനേശ് രാജ സോവനീർ കമ്മിറ്റിയെയും മീഡിയ കൺവീനറായി MS സതീഷിനെയും ഭാരവാഹികളായി തെരഞ്ഞെടുത്തു. കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ തോട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃത്തല്ലൂർ ചെട്ടിക്കാട് ഉന്നതിക്കടുത്ത് താമസിക്കുന്ന 32 വയസ്സുള്ള പള്ളിയിൽ വിഷ്ണുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബുധനാഴ്ച രാവിലെയാണ് വെള്ളം നിറഞ്ഞ തോട്ടിൽ മൃതദേഹം കാണപ്പെട്ടത്. പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൂരുകുഴി 18 മുറിയിൽ കാനയുടെ സൈഡ് ഇടിഞ്ഞ പിക്കപ്പ് വാഹനം കാനയിൽ കുടുങ്ങി. വീട്ടിൽ നിന്ന് വാഹനം റോഡിലേക്ക് വളക്കുന്നതിനിടെയാണ് കാനയിൽ പുറകുവശത്തെ ടയർ ഇരുന്നത്. ഇതോടെ വാഹനത്തിന്റെ ഒരു ഭാഗം കാനയിലേക്ക് താഴ്ന്ന് കുടുങ്ങുകയായിരുന്നു. കുന്നത്ത് വീട്ടിൽ സബിലിന്റേതാണ് വാഹനം. രാവിലെ 9 മണിയോടെ മത്സ്യബന്ധന ഉപകരണങ്ങളുമായി പോകുന്നതിനിടെയാണ് വാഹനം കാനയിൽ കുടുങ്ങിയത്. കാനയുടെ ഇരുവശങ്ങളും വർഷങ്ങളായി തകർന്ന നിലയിലാണെന്നും നിരവധി തവണ ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നുവെന്നും സബീൽ പറഞ്ഞു. അപകട സാധ്യത കണക്കിലെടുത്ത് കാന അടിയന്തരമായി പുതുക്കി നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതിപ്പോ ഇന്ന് കാലത്ത്
സംഭവിച്ചത്. ഈ കാന ദുർബലമായിട്ട് ഒരു കുറച്ച് നാളായി. മെമ്പർമാരോട് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരോട് ഇത് പറഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ നമുക്കിത് ക്ലിയർ ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ഇത് വെച്ചിട്ട് കാന പാസ്സായിട്ടുണ്ട് അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണ്. പക്ഷേ ഇപ്പം ഇങ്ങനെ ആയി കിടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള. അപ്പോൾ ആ വീട്ടിൽ തന്നെ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടി ഉള്ള വീടാണ് ആ വീട്ടിൽ. ആ വീട്ടിലേക്ക് പോണ വഴി വയ്ക്കാൻ പെട്ടെന്ന് അത്യാവശ്യം വന്ന വല്ല ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇടിഞ്ഞെടുക്കണം. മൊത്തത്തിൽ ഒരു 100 മീറ്ററോളം ഇടിഞ്ഞ് ഇതായിട്ട് ഉള്ളതാണ് ഈ കാന. എളവള്ളി പഞ്ചായത്തിലെ 9-ാം വാർഡിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. തൂവാര അരവിന്ദാക്ഷന്റെ വീടിന് മുകളിലേക്ക് പുളിമരം കടപുഴകി വീട് ഭാഗികമായി തകർന്നു. സമീപത്തെ തേക്കുമരവും കടപുഴകി വീണു. ശക്തമായ കാറ്റിൽ കൈമടക്കത്ത് വിജയന്റെ വീടിന്റെ മേൽക്കൂര 20 മീറ്റർ ദൂരത്തേക്ക് പറന്നുപോയി. മേൽക്കൂര നഷ്ടമായതിനെ തുടർന്ന് മഴവെള്ളം വീടിനുള്ളിലേക്ക് കയറി. ഗൃഹോപകരണങ്ങളും വസ്ത്രങ്ങളും ഫർണിച്ചറുകളും വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. ഓപ്പറേഷൻ തൂഫാനെ അനുകൂലിച്ച് സംസാരിച്ചതിന് യുവാവിന്റെ കാൽ തല്ലിയൊടിച്ചതായി പരാതി. വരവൂർ തച്ചോടിയിൽ ഹമീദാണ് ആക്രമണത്തിന് ഇരയായത്. വരവൂർ വളവിൽ ലോകകപ്പ് ഫുട്ബോൾ മത്സരം കാണുന്നതിനിടെയാണ് സംഭവം. പോക്സോ കേസിൽ പ്രതിയായ യാസർ അറപ്പത്തും കഞ്ചാവ് കേസിൽ പ്രതിയായ യൂനസും ചേർന്നാണ് ഹമീദിനെ മർദ്ദിച്ചത്. ഇടിക്കട്ട ഉൾപ്പെടെയുള്ള മാരകവസ്തുക്കൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ഹമീദിന്റെ കാലിന്റെ എല്ലിന് പൊട്ടൽ ഉണ്ടാവുകയും ചുണ്ടിന് മുറിവേൽക്കുകയും ചെയ്തു. ഹമീദ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദിവസങ്ങൾക്ക് മുമ്പ് പ്രതികളോട് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതിനെതിരെ ഹമീദ് സംസാരിക്കുകയും വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് പ്രതികൾ ഹമീദിനെ ആക്രമിച്ചത്. പ്രതികളെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. ചാലക്കുടി മേലൂർ വെട്ടുകടവിൽ മിന്നൽ ചുഴലി. കുറ്റിയിൽ ലൗലി ജോയിയുടെ പുരയിടത്തിലെ നിരവധി മരങ്ങൾ കടപുഴകി വീണു. 6 ജാതിമരങ്ങളും 10 കവുങ്ങുകളും കടപുഴകി വീണു. വീടിന്റെ മുകളിൽ ജാതിമരം വീണ് ആസ്ബറ്റോസ് ഷീറ്റ് തകർന്നു. ചാലക്കുടി പുഴയുടെ തീരത്തുള്ള വീട്ടുപറമ്പിൽ മാത്രമാണ് ചുഴലി ആഞ്ഞടിച്ചത്. തൃശൂർ വകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അംഗം MS ബിജു പറഞ്ഞു. ഒരു ഇടവേളയ്ക്ക് ശേഷം വാർത്താനേരം തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES affiliated to കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120 048724022020. വാർത്താനേരം തുടരുന്നു. CC മുകുന്ദൻ MLA ആയിരിക്കെ വ്യാജ ഒപ്പിട്ട് പണം തട്ടിയെന്ന പരാതിയിൽ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന വിനോദ് K. മസൂദ് പോലീസ് പിടിയിൽ. അന്തിക്കാട് പോലീസാണ് വിനോദ് മസൂദിനെ പിടികൂടിയത്. ഒളിവിൽ കഴിയുന്നതിനിടെയാണ് വിനോദ് മസൂദ് വലയിലായത്. പോലീസ് കേസെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും വിനോദിനെ അറസ്റ്റ് ചെയ്തിരുന്നില്ല. ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച മസൂദിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. VS സുനിൽകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന വിനോദ് മസൂദിനെ പാർട്ടിയാണ് CC മുകുന്ദന്റെ സ്റ്റാഫ് അംഗമായി നിയമിച്ചത്. മസൂദിനെ മാറ്റണമെന്ന് CC മുകുന്ദൻ ആവശ്യപ്പെട്ടെങ്കിലും പാർട്ടി തയ്യാറായില്ല. മസൂദിനെ ചൊല്ലുള്ള തർക്കമാണ് CC മുകുന്ദനെയും പാർട്ടിയെയും രണ്ടു തട്ടിലെത്തിച്ചത്. ഗുരുവായൂർ തൈക്കാട് ഓട്ടോ ടാക്സിയുടെ പുറകിലിടിച്ച് സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. തൈക്കാട് KSEB സബ് സ്റ്റേഷന് മുന്നിൽ ബുധനാഴ്ച രാത്രിയായിരുന്നു അപകടം. ഓട്ടോയുടെ പുറകിൽ തട്ടിയ ശേഷം നിയന്ത്രണം വിട്ട് വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആക്സ് പ്രവർത്തകർ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എരുമപ്പെട്ടിയിൽ വീട്ടമ്മയെ കിണറ്റിൽ വീണു മരിച്ച നിലയിൽ കണ്ടെത്തി. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനു സമീപം താമസിക്കുന്ന മുരിങ്ങത്തേരി ലോറൻസ് ഭാര്യ 52 വയസ്സുള്ള ഉഷയാണ് വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തി മൃതദേഹം പുറത്തെടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യാപക രക്ഷാകർതൃ സമിതി വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ബിജു അണ്ടേഴത്ത് അധ്യക്ഷത വഹിച്ചു.
പ്രധാനാധ്യാപിക ഇൻചാർജ് PM സൗമ്യ സ്വാഗതം പറഞ്ഞു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്ത സോളമൻ, PTA പ്രസിഡന്റ് VJ പ്രസീൽ, MPTA പ്രസിഡന്റ് സിനി ഷോബി, സ്കൂൾ ലീഡർ ആര്യ ലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. സ്റ്റാഫ് സെക്രട്ടറി CV ബീന ടീച്ചർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. സീനിയർ അധ്യാപിക KG ലിറ്റി ടീച്ചർ നന്ദി പറഞ്ഞു. മാധ്യമരംഗത്തെ സജീവ സാന്നിധ്യമായ മെട്രോ വാർത്താ റിപ്പോർട്ടർ വിജോ ജോർജിനെ ചടങ്ങിൽ ആദരിച്ചു. ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളായ SSLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയതും LSS, USS വിവിധ മത്സര പരീക്ഷകളിൽ വിജയം നേടിയതുമായവരെ ആദരിച്ചു. PTA പ്രസിഡന്റ് VJ പ്രസീലിനെയും MPTA പ്രസിഡന്റായി പ്രജിത പ്രശാന്തിനെയും തെരഞ്ഞെടുത്തു. പരന്തരപ്പള്ളി പള്ളിക്കുന്നിൽ കിണറ്റിൽ വീണ് വയോധികൻ മരിച്ചു. പള്ളിക്കുന്ന് നടുവിൽക്കുന്ന് വീട്ടിൽ 79 വയസ്സുള്ള പൈലനാണ് മരിച്ചത്. രാവിലെയാണ് വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുതുക്കാട് നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മണലൂർ MLA പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ ഓഫീസ് പറമ്പന്തുള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPM മണ്ഡലം സെക്രട്ടറി VR മനോജ് അധ്യക്ഷനായി. CPM മുതിർന്ന നേതാവ് ജോബി ജോൺ, മുൻ MLA മുരളി പെരുന്നലി, LDF മണ്ഡലം കൺവീനർ TV ഹരിദാസൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മിനി മോഹൻദാസ്, KU സരിത, MP സജി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്പയാറിൽ വീശിയടിച്ച് മിന്നൽ ചുഴലി. മിന്നൽ ചുഴലിയിൽ തൃപ്പയാർ ക്ഷേത്രത്തിലെ പള്ളിയോട മണ്ഡപത്തിന്റെ മേൽക്കൂര തകർന്നു. തെരുവുനായ ശല്യം നിയന്ത്രിക്കുന്നതിനായി പലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നു. എല്ലാ വർഷവും നടത്തിവരാറുള്ള തൃപ്പയാർ ജലോത്സവം ഓഗസ്റ്റ് 26-ന് തിരുവോണനാളിൽ. തൃപ്പയാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് സംഘാടകർ. ജലോത്സവത്തിന്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു. കാഞ്ഞാണി പെരുമ്പുഴ പാടത്തെ തോട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.